ഓ ഇതേതാ പറ്റില്ല 1.25 ഉറുപ്പിക ഗുൽപ്പറം പറ്റില്ല. അത് അല്ല കഥയും പറഞ്ഞിരിക്കയാണോ പോണ്ടേ? പോവാന്ന് ഞാന് ഈ ഇതിനെ കണ്ടപ്പോ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. പഴയ ആളാ, ഇതാരാന്ന് മനസ്സിലായോ? ഞങ്ങൾ പഴയ ചാർട്ടക്കാരാ. അതൊന്ന് പറഞ്ഞു ചാർട്ട. അതായത് നമ്മുടെ ഇവിടുത്തെ മുത്തശ്ശിയില്ലേ, മുത്തശ്ശീന്റെ അനിയത്തിയുടെ മകന്റെ മകനാണ് ഇയാള്. പണ്ട് വെക്കേഷന് ഞങ്ങൾ ഉണ്ടല്ലോ, അന്ന് മഹാരാവണ മഹാകച്ചറ മഹാവികൃതിയാണ്. ഈ ഭാഗത്തൊന്നും ഒരാളെ നേരെ നടക്കാൻ പറ്റില്ല. ഇവിടെ ഒരു സി എൻ ഉണ്ടായിരുന്നു. സി എൻ്റെ ഈ ഉപേക്ഷിച്ച സിഗരറ്റുകളും ഇതൊക്കെ വീടിക്കുറ്റിയൊക്കെ എടുത്ത് ആ കൊപ്പലയിൽ കൊണ്ടൊക്കെ ഞാൻ വരുന്ന വെക്കേഷൻ വരുമ്പോ എന്നെ വിളിച്ചോണ്ടായിട്ട് ഇത് വലിക്കലാ പണി ഞങ്ങൾക്ക്. 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴുള്ള ഈ കുറ്റി വീടിയൊക്കെ വലിക്കുന്നത് അതൊരു രസല്ലേ. അതപ്പോ കഴിഞ്ഞ് ഇപ്പൊ ഞാൻ വലിക്കലൊന്നുമില്ലല്ലോ. ഒരു നളിനി ഉണ്ടായിരുന്നു അന്ന് കാലത്ത്. അക്കാലത്ത് ഇവിടെ ഇല്ലത്തെ നളിനിയോ? നളിനിക്ക് ഇയാളെ കാണാണ്ട് ഉറക്കം വരില്ല. ഇയാൾക്ക് നളിനിയെ കാണാണ്ടു. അത് ശരി. അപ്പൊ അതാണ് കാര്യം അല്ലേ? ഇടയ്ക്കിടയ്ക്ക് അമ്മാത്തേക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഭയങ്കര വെപ്രാളക്കളിയാണല്ലോ. ഇപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ഇത്ര ശുഷ്കാന്തി എന്താന്ന്. ഇവിടെ അടുത്ത് തന്നെ ആയിരിക്കും അവളെ വീട്. അവളെ കാണാൻ വേണ്ടിട്ടായിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണമെന്ന് പറയുന്നത്. എനിക്ക് എന്റെ മനസ്സിലാവുന്നു. ഈ നാട്ടങ്ങ ആദ്യം ഈ നളിനി എന്ന് പറഞ്ഞ നളിനി എന്ന് പറഞ്ഞ മനുഷ്യനല്ല, പിന്നെ അത് ഇവിടുത്തെ പൈക്കുട്ടിയാ. പറഞ്ഞു കൊടുക്ക്. പൈക്കുട്ടിയുടെ പേരാന്ന്. ഇത് ഞാൻ വിശ്വസിക്കില്ല സുഹിത്തേട്ടാ. നളിനി എന്ന പേരുള്ള ഒരു പശുക്കുട്ടി ഉണ്ടാവില്ല. അല്ല നന്ദിനിന്നോ ലക്ഷ്മിക്കുട്ടിന്നൊക്കെയാണ് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കായിരുന്നു. ഇത് നിങ്ങൾ ഇപ്പൊ ഉണ്ടാക്കിയ കഥ കൂട്ടു നിൽക്കാൻ എന്താ ഇയാളും. ഞാനിത് വിശ്വസിക്കില്ല. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്റെ പൊട്ടത്തിയാക്കാന്ന് വിചാരിക്കണ്ട. പല കാര്യമുണ്ട്. ഈ നളിനിന്റെ കാര്യം ഇങ്ങോട്ട് എഴുന്നള്ളിക്കണ്ടേ? യഥാർത്ഥ കഥയൊന്നും വന്നില്ലല്ലോ. ഞാനിത് പശുക്കുട്ടിന്റെ പേരിലൊക്കെ പറഞ്ഞ അങ്ങനെ രസായിക്കോട്ടെ വിചാരിച്ച് പറഞ്ഞല്ലേ. ഇത് എനിക്കിപ്പോ വലിയ രസമായിട്ട് തോന്നുന്നില്ല. അല്ല അതല്ല, അന്ന് ഈ പൈക്കുട്ടിക്കാരെ ഈ നളിനി എന്നൊക്കെ പേരിട്ട് മുത്തശ്ശിയല്ലേ, അന്നത്തെ ഓരോ സമ്പ്രദായല്ലേ. എങ്ങനെ പേര് ഓരോ പേര് ഇഷ്ടമുള്ള മുത്തശ്ശി